ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടില്ല. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു, അതായത് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. കഴിഞ്ഞ ദിവസം മറ്റേ ജിമ്മിൽ സ്കോട്ടിന്റെ മീൻസ് ലെഗിന്റെ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടായി, സ്റ്റോണിന്റെ ഭയങ്കര പെയിൻ ഉണ്ടായി. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് എന്തായാലും ഒരു 2 ദിവസം ഭയങ്കര പ്രശ്നമായിരുന്നു, അതായത് വേദനയൊക്കെ ആയിട്ട്. എന്തായാലും അതൊക്കെ മാറിയപ്പോൾ സ്റ്റോണ് എന്തായാലും കുറെ മരുന്ന് കഴിച്ചു. അതിൽ ഏത് മരുന്നാണ് എഫക്റ്റീവ് എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും സ്റ്റോണ് ഒരു ചെറിയ പീസ് പുറത്തുപോയി. അപ്പോ പിന്നെ ഈ സ്റ്റോൺ കയറിയിട്ട് ബ്ലോക്ക് ആയിപ്പോയി. അപ്പോൾ അത് കാരണം യൂറിനൊക്കെ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറെ വെള്ളം കുടിച്ചിട്ടൊന്നും യൂറിന് പോകുന്നില്ലായിരുന്നു. പിന്നെ 1-2 ബിയറൊക്കെ കഴിച്ചു. 2 ദിവസം ബിയറൊക്കെ അടുപ്പിച്ച് കഴിച്ചപ്പോഴത്തേന് ഈ സംഭവം സ്റ്റോണ് പുറത്തുപോയി. ഒരു ചെറിയ സ്റ്റോണാണ്, എങ്കിലും ഭയങ്കര ചെറിയ സ്റ്റോൺ എന്ന് വെച്ചാൽ ഒരു എന്തായാലും ഇത് പാസ് ചെയ്യാൻ പോയ ഒരു ചെറിയ സ്റ്റോൺ ആയിരുന്നു. എന്നാലും ഇത് പാസ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി, ഭയങ്കര പെയിൻ ആയിരുന്നു. അങ്ങനെ ഇപ്പം കുഴപ്പമില്ല. ഇപ്പം സ്റ്റോൺ ഇനി ഒന്ന് പോയി സ്കാൻ ചെയ്ത് നോക്കണം, ഇനി സ്റ്റോൺ ഉണ്ടോ, ഇനി ഇതിന്റെ ബാക്കി വല്ലതും ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ഇനി പോയിട്ട് സ്കാൻ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നലെ വീണ്ടും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഇന്നപ്പോൾ വീണ്ടും വർക്കൗട്ട് ഇനി കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ വർക്കൗട്ട് മിക്കവാറും ബാക്കിന്റെ വർക്കൗട്ട് ആയിരിക്കും, വിങ്സിന്റെ വർക്കൗട്ട് ആയിരിക്കും. എന്തായാലും ഭയങ്കര ക്ഷീണമാണ്. 2 ദിവസം എന്തായാലും ഭയങ്കരമായിട്ട് തിരുവോണത്തിന്റെ തലേദിവസമായിരുന്നു. അപ്പം അന്ന് തൊട്ട് പിന്നെ അങ്ങോട്ട് ബോഡി അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല, ഭയങ്കര ടയർഡ് സംഭവമൊക്കെ ആയിട്ട്. ഓൾറെഡി കുറേ ദിവസമായിട്ട് ഞാൻ ഭയങ്കര ടയർഡാണ്. അപ്പൊ എനിക്കൊന്ന് ഈ സ്റ്റോണിന്റെ പ്രശ്നം കാരണമാണെന്ന് തോന്നുന്നത് ഭയങ്കരമായിട്ട് ടയർഡായത്. ലൈഫിൽ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയല്ലേ, ഓരോ ട്രാജഡീസ് വന്നോണ്ടിരിക്കുകയാണ്. എന്തായാലും ഫേസ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ വീണ്ടും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പം ഇന്നും നാളെയും കൂടെ ഉള്ളു, 2 ദിവസം കൂടെ ഉള്ളു ഇനിയിപ്പോൾ വർക്കൗട്ട്. അവിടെ ആൾക്കാരുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കിയായിരുന്നു. ഓക്കെ, കണ്ണിലൊക്കെ ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് കണ്ണിലൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ജിമ്മിലോട്ട് പോകാം. ബാക്കി വീഡിയോസ് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ജിമ്മിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ആലക്കോടില് ക്ലോസിംഗ് സമയമാണെന്ന് തോന്നുന്നു, അവിടെ തിരക്കൊക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഷോപ്പ്. ഓക്കെ, അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്, ജിമ്മിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കിൻ്റെ ഒരു ഫസ്റ്റ് വർക്കൗട്ട് 3 സെറ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് ഓക്കെ, അപ്പം നമ്മൾ ബാക്കിൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് കഴിഞ്ഞു, 3 സെറ്റ് കഴിഞ്ഞു. അത് ആദ്യം ഫസ്റ്റ് 30, 35, 40 അങ്ങനെ 3 സെറ്റായിട്ടാണ് ചെയ്തത്. ഇനിയിപ്പോൾ അടുത്തത് സീറ്റഡ് കേബിൾ റോ ആണ് അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അതും 3 സെറ്റ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വർക്കൗട്ടിലേക്ക് പോകാം. മൊത്തം 5 വർക്കൗട്ടാണ് ബാക്കിന് ചെയ്യുന്നത്. ഇത് 1 കഴിഞ്ഞു, ഇനി 4 വർക്കൗട്ട് ബാക്കിയുണ്ട്. ചെയ്തു തുടങ്ങിയപ്പോൾ അത്യാവശ്യം ഒരു ഫ്രഷ്നെസ് കിട്ടിയിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ അടുത്ത വർക്കൗട്ടിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് സീറ്റഡ് കേബിൾ റോ. ഇതിപ്പം ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു, ഈ 2 സെറ്റുകൂടെ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ഒരു 30 kg ഇട്ടാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇനി 2 സെറ്റ് ബാക്കി. രസമുണ്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സമയത്ത് വലിയ ചൂടില്ല, അതുകൊണ്ട് മിക്കവാറും ഈ സമയത്ത് ഇറങ്ങാം. ഒരു 6:30, 7 o'clock ആകുമ്പോഴത്തേന് വലിയ ചൂടൊന്നുമില്ല, നല്ല സുഖമാണ് വർക്കൗട്ട് ചെയ്യാൻ. അതാകുമ്പോൾ നമുക്ക് നേരത്തെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ടൈമൊക്കെ കിട്ടും, എന്തെങ്കിലും ഹൈപ്പർ എന്തെങ്കിലും മൂവി കാണാനും അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സമയം കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിപ്പോൾ ഒരു 3 weeks ആയി. 3 weeks ആയിട്ടുണ്ട്. 3 weeks അതിൽ ഒരു 15 days ഒക്കെ വന്നിട്ടുണ്ടാവും വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി കുറേ ദിവസം ഗ്യാപ്പ് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ വീണ്ടും ഇങ്ങനെ മുടക്കമില്ലാതെ പോകണം. എന്തായാലും ഒരു 6 months ഒക്കെ വന്നാലേ എന്തെങ്കിലും ഒരു റിസൾട്ട് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ആദ്യം ഒരു 4 kg കുറഞ്ഞത്, ഇപ്പോൾ തന്നെ നോക്കിയിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം വെയിറ്റ് സെയിം ആണ്. പിന്നെ വലിയ കാര്യമായിട്ടുള്ള ഡയറ്റോ കാര്യങ്ങളൊന്നും വലിയ നോക്കുന്നില്ല, നോർമൽ ഡയറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ പ്രോട്ടീനോ മറ്റുള്ള സംഭവങ്ങളൊന്നും എടുത്തു തുടങ്ങിയിട്ടില്ല. പിന്നെ ഒരു പ്രീ വർക്കൗട്ട് മാത്രം ചെയ്യുന്നുണ്ട്, മറ്റേ ഹെൽത്ത് സെറ്റിൽ നിന്ന് പറഞ്ഞിട്ടൊരു പ്രീ വർക്കൗട്ട് എടുക്കുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അത് ഈ എലർജിൻ അത് നല്ലതാണ്. അതിങ്ങനെ കുറേ ആൾക്കാർ റെക്കമെൻഡ് ചെയ്തിട്ട് എടുത്താണ്. ഒരു പ്രീ വർക്കൗട്ട് എന്നുള്ള രീതിയിൽ നല്ലതാണത്. ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്, വലിയ കുഴപ്പമില്ല. ഓക്കെ, ജിമ്മിലെ തിരക്കൊക്കെ കുറഞ്ഞു വരുന്നു. ഈ സമയത്തൊക്കെ ഇനി ആളുകൾ കുറവായിരിക്കും. ഓ, ബാക്കി വർക്കൗട്ടിലേക്ക് പോകാം. ഇപ്പോൾ അടുത്ത വർക്കൗട്ട് ഇതാണ്. ഓക്കെ,
ഓക്കെ, അപ്പൊ നമ്മുടെ വർക്കൗട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞു. 4 വർക്കൗട്ട് ചെയ്തു. ഇനി ഒരു വർക്കൗട്ട്, ചെറിയ വർക്കൗട്ടുണ്ട് ബാക്കിന്, അതോടെ ചെയ്തിട്ട് നിർത്താമെന്ന് വിചാരിച്ചു. ഇപ്പൊ തന്നെ അത്യാവശ്യം ടയർഡായി. ഓക്കെ, നമ്മുടെ വർക്കൗട്ട് ഓൾമോസ്റ്റ് കഴിയാറായി. ഭയങ്കര നോയ്സ്, അതുകൊണ്ട് കോപ്പറേറ്റ് പ്രശ്നം വരുന്നതുകൊണ്ട് ബാക്കി പിന്നെ പറയാം. ഓക്കെ, അപ്പൊ ഇനി ആർച്ചിനോട് വർക്കൗട്ട് ചെയ്തിട്ട് നിർത്തുന്ന പരിപാടി. അതെ, ഇവിടെ അതേത് ഓക്കെ. അപ്പോൾ ലാസ്റ്റ് ആപ്സിൻ്റെ വർക്കൗട്ടാണ്. അപ്പോൾ ഇനിയൊരു 25 നമ്പേഴ്സ് കൂടെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ വർക്കൗട്ട് കൂടെ ഫിനിഷ് ചെയ്യണം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കൗട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ബൈ.